മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. വെനസ്വേലയിൽ അമേരിക്കൻ ആക്രമണം നടന്നു എന്ന വാർത്തകൾക്ക് പിന്നാലെ ഇതാ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മെദ്യൂറോയെ തന്നെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് വരുന്നത്. നിക്കോളാസ് മെദ്യൂറോയെയും ഭാര്യയെയും പിടിച്ചുകൊണ്ടുപോയി എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അവകാശപ്പെടുകയാണ്. ഫൈസൽ ഹംസയാണ് ചേരുന്നത്. ഫൈസൽ, വെനസ്വേലയിൽ ഇതാ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നു. അതിന് പിന്നാലെ പ്രസിഡന്റിനെ തന്നെ പിടിച്ചുകൊണ്ടുപോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ട്രംപ് തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. വിനീത, അല്പസമയം മുമ്പാണ് ട്രംപ് ഇത്തരത്തിലൊരു ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോയെയും ഭാര്യയെയും പിടികൂടിയിരിക്കുന്നു, അവരെ രാജ്യത്ത് നിന്നും പുറത്താക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, വെനസ്വേലയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം കാലങ്ങളായി തുടരുന്നതാണ്. പക്ഷേ ട്രംപ് രണ്ടാമതും അധികാരത്തിലേറ്റെടുത്ത ശേഷം അത് കുറച്ചധികം രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള ഒരു പ്രധാന കാരണം നിക്കോളാസ് മദുരോ വീണ്ടും അധികാരത്തിലെത്തിയത് അധാർമികമായാണ്, ക്രമക്കേടിലൂടെയാണ് എന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെ മദുരോയെ പുറത്താക്കാനുള്ള ശ്രമവും നടന്നിരുന്നു. പക്ഷേ അതൊന്നും സാധ്യമായിരുന്നില്ല. ഇത് വിജയിക്കാതിരുന്നപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു തരത്തിലുള്ള വെനസ്വേലയ്ക്കെതിരെ ആക്രമണം നടത്തുന്നതിനൊരു പദ്ധതി തയ്യാറാക്കുന്നത്. അതായത് അമേരിക്കയിലേക്ക് മയക്കുമരുന്നുകൾ കടത്തുന്നത് മദുരോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. മദുരോ ഷാഡോ ആയി നേതൃത്വം നൽകുന്ന സംഘങ്ങളാണ് അമേരിക്കയിലേക്ക് വ്യാപകമായി ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തുന്നത് എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നു. അതിന് പിന്നാലെ കരീബിയൻ കടലിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം വ്യാപകമാക്കുന്നു. ആ സൈനിക സാന്നിധ്യത്തിന്റെ മറവിൽ നിരന്തരം വെനസ്വേലയിൽ നിന്നുള്ള ബോട്ടുകൾക്കെതിരെ ആക്രമണം നടത്തുന്നു. ഇത്തരത്തിൽ അമേരിക്കയും അതോടൊപ്പം തന്നെ വെനസ്വേലയും തമ്മിലുള്ള പ്രശ്നം മേഖലയെ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 മണിയോടെ 7 സ്ഫോടനങ്ങൾ കേട്ടു എന്നാണ് പറയുന്നത്. ലോ ഫ്ലൈയിങ് എയർക്രാഫ്റ്റിൽ നിന്ന് ആക്രമണമുണ്ടായി. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിൽ ഉൾപ്പെടെ ആക്രമണമുണ്ടായി. മിറാണ്ട, അരാഗ്വ, ലാഗ്വൈറ അങ്ങനെ പ്രധാനപ്പെട്ട സർക്കാർ ഓഫീസുകൾക്ക് നേരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ വരുന്നു. വെനസ്വേലൻ സർക്കാർ തന്നെ ഒരു പ്രസ്താവനയിലൂടെ ഇത് സമ്മതിക്കുകയും ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള 7 അതിൽ കൂടുതലോ വരുന്ന ആക്രമണങ്ങൾ അതിന് പിന്നാലെയാണ് തലസ്ഥാനത്ത് നിന്ന് പ്രസിഡന്റിന്റെ വസതിയിൽ നിന്ന് തന്നെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നത് മെദ്യൂറോയെ എന്നുള്ള വിവരങ്ങളാണല്ലോ ഏറ്റവും പുതുതായി വരുന്നത്. ഇതിൽ എങ്ങോട്ടാണ് കൊണ്ടുപോയത്, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്ത് വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയാണോ, അത്തരം കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമാക്കുന്നില്ല എന്നുകൂടി അറിയുന്നു. പക്ഷേ വെനസ്വേലയിൽ ഇതാ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു അമേരിക്ക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഡ്രഗ് സ്മഗ്ലിംഗ് ബോട്ട്സ് ഒക്കെ അവിടെ ഉണ്ട്, അതൊക്കെ തന്നെ പിടിച്ചെടുത്തു എന്ന് US മിലിറ്ററി പറയുമ്പോഴും അതല്ല ട്രംപിന്റെ ലക്ഷ്യം എന്ന് വ്യക്തമാണ് അല്ലേ ഫൈസൽ? തീർച്ചയായും വിനീത, അങ്ങനെ തന്നെയാണ്. അതായത് മദുരോയെ വീഴ്ത്താൻ വേണ്ടി ട്രംപ് തയ്യാറാക്കിയ ഒരു കുരുക്കായിരുന്നു ഈ മയക്കുമരുന്ന് കടത്തി എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായാണ് ട്രംപ് ഓരോ തവണയും കരുക്കൾ നീക്കിയത്. ആദ്യഘട്ടത്തിൽ ബോട്ടുകൾക്കെതിരെ ആക്രമണം നടത്തുന്നു. അതിന് പിന്നാലെ CIA-ക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നു, വെനസ്വേലയിൽ ഒരു ഭരണമാറ്റത്തിന് നേതൃത്വം നൽകണം, അതിനുള്ള നടപടികൾ ഉണ്ടാക്കണം എന്നുള്ളത്. നമുക്കറിയാം, കൃത്യം 2 മാസം മുമ്പാണ് ട്രംപ് ഇത്തരം ഒരു നിർദ്ദേശം CIA-ക്ക് നൽകുന്നത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, വെനസ്വേലയിലെ ഒരു തീരത്ത് ഒരു തുറമുഖത്ത് ആക്രമണം നടത്തുന്നു. ആ ആക്രമണം നടന്നത് അവിടെ മയക്കുമരുന്ന് കടത്തുന്ന ബോട്ടുകൾക്ക് നേരെയാണ്, മയക്കുമരുന്ന് കടത്തുന്ന കേന്ദ്രത്തിനെതിരെയാണ് എന്നുള്ള രീതിയിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത്. ആ തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ എങ്ങനെയാണ് ആക്രമണം നടന്നത് എന്നുള്ളത്, ആ സ്ഫോടനം നടന്നത് എന്നുള്ളത് വെനസ്വേലൻ സർക്കാരിന് പോലും അറിയില്ലായിരുന്നു. അത് CIA-യുടെ ഓപ്പറേഷനാണ് എന്ന് വ്യക്തമായിരുന്നു. അതിന്റെ തൊട്ടു പിന്നാലെയാണ് തലസ്ഥാന നഗരമായ കാരക്കസ് അടക്കം 4 ഇടങ്ങളിൽ രാജ്യത്ത് ആക്രമണം നടക്കുന്നത്. ഉൾപ്പെടെ ആക്രമണം നടത്തി എന്നുള്ള വിവരങ്ങളാണ് ഫൈസൽ പുറത്തു വരുന്നത്. ഏറ്റവും നിർണായകമായ കാര്യവും അത് തന്നെയാണ്. ഒരു സൈനിക നടപടിയിലേക്ക് അമേരിക്ക കടക്കുന്നു. അവരുടെ പൗരന്മാരോട്, ഈ ആക്രമണത്തിന് തൊട്ടു മുൻപ് തന്നെ അമേരിക്കൻ പൗരന്മാരോട്, വെനസ്വേലയിലുള്ള അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശിച്ചിരുന്നു. മാത്രമല്ല, ഇനി മാസങ്ങളോളം അമേരിക്കൻ പൗരന്മാർ വെനസ്വേലയിലേക്ക് പോകണ്ട എന്നുള്ളൊരു അഡ്വൈസറി, ഒരു മാർഗനിർദ്ദേശവും അമേരിക്ക പുറത്തിറക്കിയിരിക്കുന്നതാണ്. ഫൈസൽ, 30 മിനിറ്റോളം നീണ്ടുനിന്നു ആക്രമണം. തലസ്ഥാന നഗരത്തെ വിറപ്പിച്ചുകൊണ്ടുള്ള ആക്രമണം 1/2 മണിക്കൂർ നീണ്ടുനിന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനീത സൂചിപ്പിച്ചതുപോലെ ഇത്രയും വലിയ ഒരു ആക്രമണം നടത്തിയിട്ടും അതിന്റെ ദൃശ്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്, കത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു എയർ സ്ട്രൈക്ക് ആണോ എന്നുള്ളത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇതൊരു വ്യോമാക്രമണമായിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ CIA പക്ഷേ വെനസ്വേലൻ സർക്കാർ തന്നെ അറിയിക്കുന്നുണ്ട്, താഴ്ന്നു പറന്ന
ഫ്ലൈറ്റുകളാണ് ആക്രമണം നടത്തിയത്. അത്തരത്തിൽ ചെറു വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് 7 ഇടങ്ങളിൽ നടന്നതെന്ന് വെനസ്വേലൻ സർക്കാർ തന്നെ പുറത്തിറക്കിയ സ്റ്റേറ്റ്മെന്റിൽ ഇപ്പോൾ വിശദമായി പറയുന്നുണ്ട്. ഞാൻ